ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം നാരായണീയ മധുരമായി ഭഗവാന് നിവേദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 61-ാമത്തെ ദിവസം. ശ്രീമന്നാരായണീയം ഭട്ടതിരിപ്പാട് രചിച്ച 6-ാമത്തെ ദിവസം, 10 ശ്ലോകങ്ങൾ. ആ 6-ാമത്തെ ദിവസത്തിലെ 6-ാമത്തെ ദശകത്തിലെ 6-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ശ്ലോകം, അർത്ഥം, വീണ്ടും ശ്ലോകപാരായണം, പിന്നീട് ശ്രീഹരിയ ഭാഷാഗാനം പാടി നമുക്ക് സമർപ്പിക്കാം. ഭഗവാന്റെ അതിമനോഹരമായ ആ മന്ദഹാസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് 6-ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നത്. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപംക്തി സിദ്ധാദയ സ്വരഗണാമുഖരന്ധ്രമഗ്നിർദേവാ ഭുജാസ്തനയുഗം തവ ധർമ്മദേവാ. ഹേ ഈശാ തവ വിലാസഹസിതം മായാ ശ്വസിതം സമീരഃ ജിഹ്വാ ജലം വചനം ശകുന്തപംക്തി സ്വരഗണാ സിദ്ധാദയ മുഖരന്ധ്രം അഗ്നി ഭുജാ ദേവാ സ്തനയുഗം ധർമ്മദേവാ. ഹേ ഈശ്വര, ഈശ്വരൻ ഈ ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആള്. അതുകൊണ്ട്
സർവനിയന്താവായിരിക്കുന്ന ഭഗവാനെ ഗുരുവായൂരപ്പ, അവിടുത്തെ വിലാസഹസിതം എന്ന് വെച്ചാൽ ലീലാസ്മിതം, അവിടുത്തെ പുഞ്ചിരി, അതെന്താണ്? അതാണ് ഈ മായ എന്ന് പറയുന്നത്. ഈ ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നതായിട്ടുള്ള മായ അവിടുത്തെ പുഞ്ചിരിയാണ്. ശ്വസിതം സമീരഹം, അവിടുത്തെ ആ ശ്വാസോച്ഛ്വാസം എന്താണ്? സമീരനാണ്. സമീരൻ എന്ന് വെച്ചാൽ വായു, കാറ്റ്. പിന്നെ ജിഹ്വാജലം, അവിടുത്തെ നാവ് എന്ന് പറയുന്നത് എന്താ? അതാണ് ജലം, വെള്ളം. വാക്ക്, വചനം ശകുന്തപംക്തി, വാക്ക് പറവകളാണ്, ശകുന്തപക്ഷികളാണ് എന്ന് പറയണം. സ്വരഗണാഹ സിദ്ധാദയ, സ്വരഗണങ്ങളോ അത് സിദ്ധാദികളാണ്, അല്ലെങ്കിൽ ആ സിദ്ധന്മാർ തുടങ്ങിയവരാണ്. മുഖരന്ധ്രം അഗ്നി, മുഖം അവിടുത്തെ വായ എന്ന് പറയുന്നത് തീയാണ്, മുഖരന്ധ്രം വായ. ഭുജാ ദേവാഹ, കൈകളോ? കൈകൾ ദേവന്മാരാണ്. സ്തനദ്വയം ധർമ്മദേവ, ധർമ്മദേവനാണ് അവിടുത്തെ ആ രണ്ട് സ്തനങ്ങൾ. ആ ശ്ലോകം നമുക്ക് ഒരിക്കൽ കൂടി ചൊല്ലാം. അതിനുശേഷം ശ്രീഹരിയ പരിഭാഷ ചൊല്ലി സമർപ്പിക്കാം. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപംക്തി സിദ്ധാദയ സ്വരഗണാ മുഖരന്ധ്രമഗ്നിർദേവാ ഭുജാ സ്തനയുഗം തവ ധർമ്മദേവാ. നാരായണ 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 ശ്രീവാതനാഥ. സർവനിയന്താവേ തവ പുഞ്ചിരിയോ മായയല്ലോ. ശ്വാസോച്ഛ്വാസം കാറ്റും നാക്കുവെള്ളവുമത്രേ. വാക്ക് പക്ഷി സ്വരഗണം സിദ്ധാദികൾ മുഖമഗ്നി. കൈകൾ സൂരർ സ്തനദ്വയം ധർമ്മദേവനും. നാരായണ 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 വായുപുരേശ. നാരായണ 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 നാരായണീയ മധുരം അർപ്പിക്കുന്നു ഞാൻ. നാരായണീയ മധുരം സ്വീകരിക്കണേ കൃഷ്ണ. നാരായണീയ മധുരം സ്വീകരിക്കണേ. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.